ഇന്ത്യ അമേരിക്ക ട്രേഡ് ഡീലിൻ്റെ ഫൈനൽ പ്രപ്പോസൽ ഇന്ത്യ സബ്മിറ്റ് ചെയ്തു. ഒന്നിൽ ഇത് നിങ്ങൾക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ ഇത് വിട്ടുകളയുക എന്ന ഒരു മെസ്സേജിംഗ് ആണ് ഇന്ത്യ അമേരിക്കയ്ക്ക് നൽകുന്നത്. മോദി ഗവൺമെൻറ് ഇന്ത്യയുടെ ഡയറി സെക്ടറും അതുപോലെ അഗ്രികൾച്ചർ സെക്ടറും അമേരിക്കയ്ക്ക് തുറന്നു കൊടുക്കാതെ ഏകദേശം 700 മില്യൺ ഇന്ത്യൻ കർഷകരെ സംരക്ഷിക്കുകയും അതുകൂടാതെ EUവിൻ്റെയും ഇന്തോനേഷ്യയുടെയും ഒപ്പം ആയിട്ട് ഇന്ത്യയുടെ ടാരിഫ് അമേരിക്ക വെട്ടിക്കുറയ്ക്കണം എന്നൊരാവശ്യം കൂടെ ഈ ഒരു ട്രേഡ് ഡീലിൽ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ട്രംപ് 50% ഇന്ത്യൻ പ്രോഡക്റ്റുകൾക്ക് സാങ്ഷൻ ഏർപ്പെടുത്തിയിരുന്നു. അതായത് 25% ട്രേഡ് ഗ്യാപ്പുകളുടെ പേരിലും മറ്റ് 25% റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൻ്റെ പണിഷ്മെൻ്റ് ആയിട്ട് എന്നാണ് ഇതിൽ പറയപ്പെടുന്നത്. അപ്പോൾ അമേരിക്കയുടെ ഒരു ഹിപ്പോക്രസി, അമേരിക്ക ഇപ്പോഴും റഷ്യയിൽ നിന്ന് ലക്ഷക്കണക്കിന് ഡോളർ വില വരുന്ന സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. ഏതൊക്കെയാണ് ഈ സാധനങ്ങൾ എന്ന് നോക്കാം. അതായത് 2025 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം $5 ബില്യൺ വില വരുന്ന റഷ്യൻ ഇറക്കുമതി അമേരിക്ക നടത്തിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ഇതിൽ ഉൾപ്പെടുന്നത് 1 ബില്യൺ വില വരുന്ന ഫെർട്ടിലൈസറുകളും അതുപോലെ യുറേനിയം, അതായത് അമേരിക്കയ്ക്ക് വേണ്ടുന്ന 20 മുതൽ 25% യുറേനിയം റഷ്യയാണ് നൽകുന്നത്. കൂടാതെ പലാഡിയം, പ്ലാറ്റിനം മുതലായ കൺവേർട്ടർ, അതുപോലെ ബാറ്ററി അല്ലെങ്കിൽ കാർ ഓട്ടോ പാർട്സ്, ഇതിനൊക്കെ വേണ്ടുന്ന പ്രഷ്യസ് മെറ്റൽസ് ആണ് ഇത് ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ്. അപ്പോൾ അമേരിക്ക ഇറക്കുമതി ചെയ്യുന്നതിന് ആരാണ് അവരെ ശിക്ഷിക്കാൻ പോകുന്നത്? ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടാണ് നമ്മളുടെ മേൽ ഈ സാങ്ഷൻസ് മുഴുവൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അമേരിക്ക ഈ കാണിക്കുന്ന ഈ കള്ളത്തരത്തിനുള്ള ശിക്ഷ ആരാണ് കൊടുക്കാൻ പോകുന്നത്? എനിവേ, ഇതിന് അവർ കാരണം പറയുന്നത് അവരുടെ നാട്ടിൽ വില കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഇറക്കുമതി ചെയ്യുന്നതെന്നാണ്. ഇന്ത്യയിൽ വിലക്കയറ്റം വരാതിരിക്കാൻ ശ്രമിക്കേണ്ടത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ആവശ്യമല്ലേ? അപ്പോൾ ഇന്ത്യയെ മാത്രം കുറ്റം പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പല ഇന്ത്യൻ പൊളിറ്റീഷ്യൻസ്, ഡോക്ടർ ജയശങ്കർ, ഡോക്ടർ തരൂർ, ഇതുപോലുള്ള പൊളിറ്റീഷ്യൻസ് എല്ലാവരും തന്നെ ഈ ഒരു അമേരിക്കയുടെ ഇരട്ടത്താപ്പ് പല പ്രാവശ്യം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. അതായത് അമേരിക്ക ചെയ്യുന്ന അതേ കാര്യം ഇന്ത്യ ചെയ്യുമ്പോൾ അത് വാർ പ്രോഫിറ്റിയറിംഗ് ആണ്, അത് നമ്മൾ യുദ്ധത്തിൽ നിന്ന് മുതലെടുക്കുന്നു എന്നാണ് അമേരിക്ക പറഞ്ഞു വെക്കുന്നത്. എന്നാൽ അമേരിക്ക ഇത് ചെയ്യുമ്പോൾ എന്താണ്? അത് പ്രാഗ്മാറ്റിസമാണ്, അവരുടെ നാട്ടുകാരുടെ ഗുണത്തിന് വേണ്ടി അവർ ചെയ്യുന്നു. അപ്പോൾ എനിവേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. എനിക്ക് ഈ ഒരു ഷെയിംലെസ്നെസ്, അമേരിക്കയുടെ തുറന്ന ഹിപ്പോക്രസിയാണ് ഇത് കാണിക്കുന്നത്. എനിവേ, ഫൈനൽ ട്രേഡ് പ്രപ്പോസൽ നമ്മൾ സബ്മിറ്റ് ചെയ്തു. US-ന് ഇത് സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളാം. ഇനി ഇതിൽ കൂടുതൽ ഇന്ത്യ ഇതേപ്പറ്റി സംസാരിക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്.